തുടരും കണ്ടിറങ്ങിയ ശേഷം എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരാളുണ്ട്. ഇതാകണം വില്ലൻ എന്ന് കണ്ടോണ്ടിരുന്ന പ്രേക്ഷകരെ തോന്നിപ്പിച്ച മുതൽ. അതെ, പറഞ്ഞു വരുന്നത് ജോർജ് സാറായി തുടരുമെന്ന സിനിമയിൽ നിറഞ്ഞാടിയ പ്രകാശ് വർമ്മയെ പറ്റിയാണ്. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. പടത്തിൽ ഒറ്റക്കൊമ്പൻ ലാലേട്ടനാണെങ്കിൽ ഇന്ത്യൻ ആഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒറ്റക്കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മലയാളിയായ ആലപ്പുഴക്കാരനായ പ്രകാശ് വർമ്മ. ഡിഗ്രി പഠനത്തിന് ശേഷം താല്പര്യമില്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം എല്ലാ വീക്കെൻഡിലും സിനിമയിൽ ചാൻസ് ചോദിച്ച് അന്നത്തെ പ്രശസ്ത ഡയറക്ടർമാരുടെ അടുത്ത് പോകുമായിരുന്നു. ചില മലയാള സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് പരസ്യചിത്ര മേഖലയിലേക്ക് മാറുകയുണ്ടായി. 2001 നിർവാന ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ച അദ്ദേഹം തന്റെ സംവിധാനത്തിലൂടെയും എഴുത്തിലൂടെയും നിരവധി പരസ്യ ചിത്രങ്ങൾക്ക് ജന്മം നൽകി. അന്നുവരെ കണ്ടോണ്ടിരുന്ന പരസ്യ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യുണീക്നെസ് എല്ലാ പരസ്യത്തിലും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തന്റെ സ്വപ്ന സാഫല്യത്തിനായി തന്റെ ഭാര്യയെയും നിർവാന ഫിലിംസിന്റെ കോ ഫൗണ്ടർ കൂടെയായ സ്നേഹ ഐപ്പ് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പല പരസ്യങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തിന് ബ്രേക്ക് ത്രൂ ആയത് 2009 വോഡഫോണിനു വേണ്ടി നിർമ്മിച്ച സൂസു പരസ്യമായിരുന്നു. പിന്നീട് പഗിനെ വെച്ച് ചെയ്ത ഹച്ചിന്റെ പരസ്യവും. ഈ 2 പരസ്യം വളരെ ചലനമുണ്ടാക്കി എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല, നൻപകൽ നേരത്ത് മയക്കത്തിന് പ്രചോദനമായ ഗ്രീൻ പ്ലേയുടെ പരസ്യം, ജെംസിന്റെ മ്യൂസിയം ആഡ്, ഫഹദ് ഫാസിലും നസ്രയും ഒന്നിച്ച ക്യാമറ ആഡ്, ഡയറി മിൽക്കിന്റെ പ്രശസ്തമായ ഹൗ ഫാർ യു വിൽ ഗോ ഫോർ ലവ് എന്ന ഹാഷ്ടാഗിൽ വന്ന പരസ്യചിത്രം എന്നിവയെല്ലാം നിർവാന ഫിലിംസിന്റെ ബാനറിൽ പ്രകാശ് വർമ്മ സംവിധാനം ചെയ്തതാണ്. 2016 ഷാറൂഖ് ഖാനെ വെച്ച് പ്രശസ്തമായ ദുബായ് ടൂറിസം പരസ്യവും അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഇങ്ങനെ പല കമ്പനിക്ക് വേണ്ടിയും പല വ്യത്യസ്ത പരസ്യ ചിത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. അതിൽ മിക്കതും വളരെ പ്രശസ്തമായതും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളതുമായിരുന്നു. പ്രകാശ് വർമ്മയ്ക്ക് തന്റെ ചെറുപ്പം മുതലുള്ള സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം സാധിച്ചത് തന്റെ 50-ാം വയസ്സിൽ തുടരും എന്ന ചിത്രത്തിലൂടെയാണ്. തന്റെ കാത്തിരിപ്പ് ഒട്ടും പാഴാക്കാതെ അദ്ദേഹം കഥാപാത്രമായി നിറഞ്ഞാടി. ഇന്ത്യൻ അഡ്വർടൈസ്മെന്റ് മേഖലയിൽ എന്നും ഓർത്തു വെക്കാനുള്ള സംഭാവന നൽകിയ പ്രകാശ് വർമ്മ നടനായി സിനിമയിലേക്ക് വന്നപ്പോൾ ആ കഥാപാത്രവും എന്നും ഓർത്തു വെക്കാൻ തക്ക ഉള്ളതായി അദ്ദേഹം മാറ്റി.